കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട്. ഡാനി, കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്നത് കൊച്ചി ഉൾപ്പെടുന്ന പ്രദേശത്തെ ആണ്. പൊതുവെ അത്തരം ഒരു നിരീക്ഷണമുണ്ട്. നിർമ്മാണ മേഖല പിന്നോട്ട് പോകുന്നു, റിയൽ എസ്റ്റേറ്റ് മേഖല ഏതാണ്ട് സ്തംഭിച്ച മട്ടാണ് എന്ന് ധനമന്ത്രി തന്നെ പറയുന്നുണ്ട്. അത് രാജ്യവ്യാപകമായ ഒന്നാണ്. അതുകൊണ്ടാണ് സിമന്റിന്റെയൊക്കെ വില കുറഞ്ഞത്. നിർമ്മാണം രാജ്യത്തൊന്നാകെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പൊതുവെ കൊച്ചിക്കാരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ വ്യവസായ മേഖലയുടെ പ്രതീക്ഷ ബജറ്റിനെ സംബന്ധിച്ച് എപ്രകാരമാണ്? അഭിലാഷ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ തന്നെ ഒരു വ്യാവസായിക തലസ്ഥാനം, അല്ലെങ്കിൽ ഏറ്റവും കേരളത്തിൽ തന്നെ വളരെ പെട്ടെന്ന് രാജ്യത്ത് തന്നെ വളരെ പെട്ടെന്ന് മുൻപന്തിയിലേക്ക് വരുന്ന ഒരു നഗരം, അങ്ങനെയുള്ള പല വിശേഷണങ്ങൾക്കും കൊച്ചി അതിന് അർഹയാണ്. പക്ഷേ അതിൻ്റെ ആ പേരിനോട് ചേർത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ എത്രമാത്രം മുൻപോട്ട് പോക്കുണ്ടായിട്ടുണ്ടെന്നുള്ളതും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലേക്ക് കൊച്ചി നഗരത്തിന് ഒരു ശേഷിപ്പ് വരുന്നില്ല എന്നതാണ് പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അത് വ്യവസായികളായാലും പൊതുസമൂഹമായാലും കാണിക്കുന്നത് കൊച്ചിയുടെ ആ ഒരു പേരിനൊപ്പം തന്നെ വലിയ രീതിയിലുള്ളൊരു അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വരുന്നില്ല. പ്രത്യേകിച്ച് പദ്ധതികൾ പലത് പറയുമ്പോൾ പോലും ബജറ്റിൽ അത് പറഞ്ഞു പോകുന്നതല്ലാതെ, പരാമർശങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നൊരു വിമർശനം പൊതുവിൽ തന്നെയും ഉയരുന്നുണ്ട്. അത് ഈ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് തന്നെയാണ് പ്രധാനമായും തന്നെയും. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, നഗരത്തിലെ ഒരു ഗതാഗത തിരക്ക്, അതിനനുസരിച്ച് കൊണ്ടുള്ള മറ്റ് വികസന പദ്ധതികളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ പലപ്പോഴും പ്രഖ്യാപനങ്ങളിലേക്ക് മാത്രമായിട്ട് തന്നെ ഒതുങ്ങുന്നു. അതിലൊന്ന് ഇപ്പോൾ തേവര പണ്ഡിറ്റ് കറുപ്പൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ളതാണ്. അത് നേരത്തെ മുൻ ധനമന്ത്രിയുടെ കാലത്ത് തന്നെ ഇത് വളരെ രീതിയിലൊരു വികസനം അവിടെ സാധ്യമാകും എന്ന് പറയുമ്പോൾ പോലും ഇത് പറഞ്ഞു പോകുന്നതല്ലാതെ അവിടെ എന്ത് ചെയ്യുമെന്നത് സംബന്ധിച്ച് പരാമർശം മറ്റ് കാര്യങ്ങളിലേക്ക് പോകാറില്ല. ഒപ്പം തന്നെയാണ് ഇതിൽ എപ്പോഴും തന്നെയും പറഞ്ഞു പോകുന്ന പല പദ്ധതികളിൽ പെടുന്നത് ഇതുപോലുള്ള എലിവേറ്റഡ് ഹൈവേ അടക്കമുള്ള കാര്യങ്ങൾ, അറ്റ്ലാന്റിസ് മേൽപ്പാലത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ തവണ റോറോ സർവീസിന് വേണ്ടി 10 കോടി രൂപ നീക്കി വയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ പിന്നീട് ഉണ്ടായില്ല. റോറോ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പോകുന്നു. കൂടുതൽ ഒരു നീക്കിയിരിപ്പിലേക്ക് ആ കാര്യങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കമാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷകളുള്ളത്. വൈഡ് മൊബിലിറ്റി ഹബ്ബ് നല്ല രീതിയിലാണ് അത് പോകുന്നത്. പക്ഷേ അതിനൊരു എക്സ്റ്റൻഷൻ, വലിയ രീതിയിലൊരു വികസനം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് ഇതുവരെയും അതിൻ്റെ സാധ്യതയിലേക്ക് പോയിട്ടില്ല. എടുത്തു പറയേണ്ടത് കൊച്ചി മെട്രോയുടെ ഇപ്പോൾ 2ാം ഘട്ടം എന്ന രീതിയിലേക്ക് കാക്കനാടേക്ക്, ഇൻഫോ പാർക്കിലേക്ക് എല്ലാം നീളുന്ന ആ പദ്ധതിയാണ്. അതിൻ്റെ 1957 കോടി രൂപയുടെ ഒരു സെക്കൻഡ് ഫേസാണ് അതിലേക്ക് വരുന്നത്. ഇതിലെല്ലാം തന്നെയും സ്ഥലമെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അതിൽ ഒരു കേന്ദ്രവിഹിതം കൂടി അതിന് ചേർക്കേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാർ കൂടി ഒരു സജീവമായ ഒരു ഇടപെടൽ, നീക്കിയിരിപ്പെല്ലാം അതിലുണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൊച്ചി മെട്രോ സംബന്ധിച്ച്, 2ാം ഘട്ടത്തെ സംബന്ധിച്ചുണ്ട്. വാട്ടർ മെട്രോ എന്നത് കൊച്ചിയുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമായൊരു പദ്ധതിയാണ്. അത് കൂടുതൽ മേഖലകളിലേക്ക് അടക്കം ദീർഘിപ്പിക്കാൻ, പ്രത്യേകിച്ച് കൊച്ചിയുടെ തന്നെ മറ്റ് ജലഗതാഗതത്തിൻ്റെ മുഴുവൻ സാധ്യതകളും അത് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഉപയുക്തമാവുന്ന രീതിയിലേക്ക് കൊച്ചി വാട്ടർ മെട്രോയെ മാറ്റിയെടുക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുവിൽ കൊച്ചിയുടെ മുഖച്ഛായ മാറ്റുന്നതിന് അതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യ വികസന രംഗത്തിനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പലപ്പോഴായി പല കാലങ്ങളിലായി പറഞ്ഞു പോകുന്ന ഈ ചില പൊടിക്കൈകൾ എന്നതിനപ്പുറത്തേക്ക് കാര്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞു പോക്കല്ലാതെ മറ്റൊന്നും അതിലേക്ക് വരുന്നില്ല എന്നൊരു വിമർശനം പല കോണുകളിൽ നിന്നുമുണ്ട്. അത് ഇക്കുറിയെങ്കിലും അത് പരിഹരിക്കപ്പെടും. പക്ഷേ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ഈ ഒരു ബജറ്റ് വരുന്നതെന്ന് നമ്മൾ പരക്കെ പറയുന്ന ഒരു സമയം കൂടിയാണ്. അതിൽ കൊച്ചിക്ക് അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ കഴിയും എന്നതാണ് വലിയ ചോദ്യമായി അവശേഷിക്കുകയും ചെയ്യുന്നത്. അതായത് പല പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ട് എങ്കിലും അതിനാവശ്യമായ തുക അനുവദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ മെട്രോ നഗരം ആണ്. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധികൾ ഇപ്പോൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഡ്രെയിനേജ് വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പോലും സാധാരണ ഒരു സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഓരോ മേഖലയ്ക്കുമൊക്കെ പ്രത്യേകമായ
ചില പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട്, ഒരു ഉത്തേജക പാക്കേജ് എന്ന നിലയിലേക്ക്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഡാനി, ഈ IT മേഖല കൂടിയാണല്ലോ, IT ഹബ്ബ് കൂടിയാണ്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം നിരവധിയായ IT സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുവാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ആ മേഖലയിലടക്കം മറ്റ് ചില പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാബുകളുടെ എണ്ണം പോലും, ഈ ആളുകളെ ജോലിസ്ഥലത്തേക്ക് എത്തിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു പോകുന്നു. ആ മേഖലയിലെ ഹോട്ടൽ വ്യവസായത്തെ അടക്കം ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ് എന്ന് പറയുമ്പോൾ പോലും നിരവധി ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് കൊച്ചി. അതുകൊണ്ട് കൊച്ചിയുടെ ഒരു ഉണർവ് സംസ്ഥാനത്തിൻ്റെ ഉണർവായി മാറുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ IT മേഖല അടക്കം പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ ബജറ്റിൽ? അഭിലാഷ, അതിലേക്ക് വരുമ്പോൾ മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്കറിയാം കൊച്ചി നഗരം എന്ന് പറയുന്നത് ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു വലിയ കേന്ദ്രം. അതിപ്പോഴും വലിയ രീതിയിലേക്കൊരു ശമനം ആയിട്ടില്ല. അതിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് നടപ്പാക്കിയ ബ്രേക്ക് ത്രൂ പദ്ധതിയാണ് അതിൽ ഒരു പരിധിവരെയെങ്കിലും വലിയ രീതിയിൽ ആശ്വാസകരമായത്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണമായ രീതിയിലേക്ക് ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. അതിൽ പ്രധാന കാര്യം ഈ ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത തന്നെയാണ്. ആദ്യഘട്ടങ്ങളിൽ അത് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് അതിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടികൾ, അല്ലെങ്കിൽ അത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലടക്കം തന്നെ വരികയും ചെയ്തു. അത് ഇതുവരെയും പൂർണ്ണമായ രീതിയിലേക്ക് നഗരത്തെ മുഴുവനായിട്ട് ഈ വെള്ളക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കുന്ന രീതിയിലേക്കടക്കം മാറ്റിയെടുക്കുന്നതിന് സഹായകരമായിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ബ്രേക്ക് ത്രൂ പദ്ധതി അടക്കം മുഴുവനായി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൂടി ഈ ബജറ്റിലൊരു ശ്രദ്ധയുണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് അഭിലാഷ സൂചിപ്പിച്ച പോലെ ഈ IT അനുബന്ധ മേഖലകൾ, അതിലടക്കം ഈ കോവിഡിൻ്റെ ഒരു സമയത്തും കാലത്തുമെല്ലാം തന്നെയും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധികൾ നേരിട്ട ഒരു മേഖല തന്നെയായിരുന്നു. കൊച്ചിയുടെ ഒരു ഹബ്ബായിട്ട് തന്നെ ഇൻഫോ പാർക്ക് അടക്കമുള്ളൊരു മേഖലകൾ IT ഹബ്ബായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നിരവധിയായ ആളുകൾ സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നുമായിട്ടെല്ലാം തന്നെയും കൊച്ചി കേന്ദ്രീകരിച്ച ജോലി ചെയ്യുകയും അടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെയും പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ അവിടേക്കുണ്ട്. ഇപ്പോൾ വരുന്ന ഈ മെട്രോ അടക്കം സെക്കൻഡ് ഫേസ് വരുന്നത് ഇൻഫോ പാർക്ക് അടക്കം കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു സമഗ്രമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെയും നമ്മൾ കാണേണ്ട ഒരു മേഖലയാണ് കാക്കനാട് ഇൻഫോ പാർക്ക് പോലുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. കാരണം കൊച്ചിയുടെ നമ്മൾ സാധാരണ രീതിയിൽ കൊച്ചി നഗരം എന്ന് വിശേഷിപ്പിക്കുന്നതിന് പുറത്ത് ഒരു സാറ്റലൈറ്റ് സിറ്റി എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിലേക്ക് ഈ മേഖലകളെല്ലാം മാറ്റിയെടുക്കുന്നതിന് കാലോചിതമായ കുറെ കൂടി മാസ്റ്റർ മൈൻഡായ പദ്ധതികളെല്ലാം തന്നെ അവിടെ ആവശ്യമാണ്. അതിന് അടിസ്ഥാന സൗകര്യ വികസനം തന്നെ അവിടെ ഈ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയുണ്ട്. അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ്. കഴിഞ്ഞ തവണ ഈ കോവിഡ് അനുബന്ധിയായ കാര്യങ്ങൾ ഹോട്ടൽ മേഖലയ്ക്ക് അടക്കം വലിയ രീതിയിലൊരു തിരിച്ചടികളെല്ലാം തന്നെ നേരിട്ടുള്ളൂ. ഈ എറണാകുളത്തെക്കുറിച്ച് കൊച്ചിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരിടമാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി എന്നെല്ലാം പറയുന്നത്. അവർ പല കാലങ്ങളിലായി ആവശ്യപ്പെടുന്ന അവരുടെ വിഷയങ്ങൾ ഇതിനെല്ലാം തന്നെ അഡ്രസ്സ് ചെയ്ത് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരും വലിയ തിരിച്ചടിയുടെ പാതയിൽ തന്നെയാണെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലകളിലെല്ലാം തന്നെയും കടന്നു പോകാനായിട്ട് ബജറ്റിന് കഴിയുമെന്നൊരു പ്രതീക്ഷ പൊതുവിലുമുണ്ട്. അത് ആ രീതിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് അറിയേണ്ടത്. അഭിലാഷ്, തീർച്ചയായും സംസ്ഥാന ബജറ്റാണ്, അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനവും പുരോഗതിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ കൊച്ചിയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് ഒക്കെ പ്രത്യേകം കരുതൽ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട്